പൂരത്തിന് പോവാണ്. ഇന്ന് തിരുവാതിരക്കളിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 3-4 ദിവസം അതിനുള്ള പോക്കാണ് കേട്ടോ. നേരത്തെ പോണ ഓട്ടോ ഏൽപ്പിച്ചതാണ്. അപ്പൊ അമ്മായി ഉണ്ട് കേട്ടോ. ഇന്നത്തെ അമ്മായി ഉണ്ട്, അമ്മുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടെ. അതെ അതെ അതെ. അപ്പൊ നമുക്ക് പോയാലോ? എന്നിട്ട് പോയിട്ട് കണ്ടിട്ട് പിന്നെയുള്ള വിവരങ്ങളൊക്കെ അവിടുന്ന് കാണാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒക്കെ ഓരോന്നായിട്ട് എടുക്കാട്ടോ. പൂരപ്പറമ്പ് പോണതും ഒക്കെ. പൂരായിട്ട് ഓട്ടത്തിന് കുറവൊന്നുമില്ല. ആന രാവിലെ തന്നെ നീരാട്ടിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് കയറാം കേട്ടോ. നമ്മളൊക്കെ വയസ്സായാലും ഇങ്ങനെയാണ്, വളരെ സ്ലോയിലാണ് ചെയ്യുക. തിരുവാതിരക്കളി പോകണം, തുടങ്ങി. അതെ, അമ്മയെ പോയിക്കോളൂ. കൃഷി നല്ല റെഡി ആവാൻ തുടങ്ങിയത് തിരുവാതിരക്കളിക്ക്. ഇനി 3-4 ദിവസം എന്നും വരും ഇത്ര രാവിലെ സമയത്ത്. അതെ അതെ നമുക്കും വരാം. അതെ. പക്ഷെ ആരെയിലൊക്കെ പരിചയപ്പെട്ട് നിന്നോളൂ. പക്ഷെ വന്ന് പരിചയപ്പെടാൻ പറയൂ ധൈര്യമായിട്ട്. ഓ നല്ല തിരക്കാട്ടോ. അത് കൊറേ നടക്കണം അമ്മേ. സ്കോഡ് നായൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ ആർക്കമ്മ കടുമാൻ കൊടുക്കാറ്? അവിടെ ഒരു ഓഡിറ്റോറിയം അതന്നെ ശ്രീലകം അവിടെ കൊടുത്തേൽപ്പിച്ചാൽ മതി. കൊടുത്തേൽപ്പിച്ചാൽ മതി. ഇന്ന് നല്ല തിരക്കുന്നില്ലേ ഞായറാഴ്ചയായിട്ട്? അപ്പൊ പിന്നെ നല്ല തിരക്കാവും കേട്ടോ. അത്ര ഇല്ല, പക്ഷേ നല്ല ഉണ്ടാവും. നമുക്ക് പറ്റുകയാണെങ്കിൽ ഇവിടുന്ന് ചായ കുടിക്കാമല്ലോ. കടുമാങ്ങ ആരോ പറഞ്ഞ് ഏൽപ്പിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ പോയപ്പോൾ നമ്മൾ പൂരപ്പറമ്പ് ജസ്റ്റ് ഒന്നൊരു നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് ഒരു മാല വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുത്തശ്ശീനെ പരിചയമുള്ള കുറേ പേര് വന്ന് സംസാരിച്ചു, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് സന്തോഷമായിട്ട് ആ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുഞ്ഞു മക്കളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇഡലിയാണല്ലേ അമ്മന്ന്? സാമ്പാറും ചട്ടണി. അതെ. മാവുണ്ടാവില്ല. മുത്തശ്ശി ഇന്ന് ഒന്നുകൂടെ വാങ്ങായിരുന്നു, ഇന്ത്യക്ക് ഇട്ടാതിരുന്നു. ആകെ 3 ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞാ പോവാ. ആ ശരി. അതെ ആ അതെ. പക്ഷേ ചട്നി മാത്രം വേണ്ടില്ല. സാമ്പാറിനേക്കാൾ ഇഷ്ടം ചട്നി അത്ര. ഒന്ന് ഞാൻ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഇനിയിപ്പോൾ സ്റ്റേജ് പരിപാടികൾ കുറച്ച് ഡാൻസും പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ ഇങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നല്ല ഭംഗിയുള്ള കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല ഭംഗിയായിട്ടാണ് കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് പകുതി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. മുത്തശ്ശി പറയാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മു. നല്ല കളർ കോമ്പിനേഷൻ കേട്ടോ, കോസ്റ്റ്യൂമിൻ്റെയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഞാൻ എത്രയോ ദൂരത്തുനിന്നാണ് കേട്ടോ വീഡിയോ എടുക്കണത്, കാരണം നമ്മൾ കാണാത്തവർക്കും കൂടെ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഏത് ടീം ആരാ എന്താ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കണ്ടതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊട്ടിയിറക്കം തൊഴാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയത്. നല്ല തിരക്കായിരുന്നു. ഈ ക്യൂ നിൽക്കുന്നതെല്ലാം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അകത്ത് കയറിയിട്ട് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തൊഴാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. ഇവിടെ പൂരം തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓല മെടഞ്ഞിട്ടുള്ള പന്തൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. എല്ലാ അമ്പലങ്ങൾക്കും അതൊരു പ്രത്യേക രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ആൽത്തറേൻ്റെ അങ്ങോട്ട് പോവാൻ കേട്ടോ. അവിടെ തിരക്കില്ല എന്ന് വെച്ചിട്ട് ഓടുന്നത്. ആറാട്ടിന് എഴുന്നള്ളാൻ വേണ്ടിയിട്ട് ആനകളെല്ലാം നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ
ഇവിടുന്ന് ഒരുങ്ങി പോവുകയാണ് കേട്ടോ നെറ്റിപ്പട്ടൊക്കെ ചാർത്താൻ വേണ്ടിയിട്ട്. അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കും. 3 ആനകളാണ് ഇത്തവണ അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 3 ആനകളും ഇങ്ങനെ നിരന്ന് നിൽക്കും. പണ്ട് ഇവിടെ ഒരു ആന ഇവിടെ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇല്ല. ആറാട്ട് എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നടുക്കത്തെ ആനയുടെ മേലെ തന്നെയാണ് ഭഗവതിയുടെ തിടമ്പൊക്കെ വെക്കുക. അങ്ങനെ കൊട മറ്റേ അതെല്ലാം ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം വീഡിയോയിൽ ഞാൻ വൃത്തിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. കാണാത്തവർക്കും ഈ ഒരു പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ തൊഴാനും കാണാനും ഒക്കെ പറ്റുമല്ലോ. ആന മുന്നിൽ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്ര പിന്നെ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അമ്മയാണ് ആനേനെ എപ്പോഴും പറഞ്ഞ് പേടിപ്പിക്കണ ഒരേ ഒരാൾ കേട്ടോ. ആന മുന്നിൽ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അത് മറ്റേ പട്ടയൊക്കെ കയ്യിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കുലുക്കിയിട്ടൊക്കെ ഉണ്ടോ പോണത്. നല്ല തിരക്കുണ്ടായിരുന്നു ഈ സമയത്ത്. പിന്നെ ഇനി കൊട്ടിയിറക്കത്തിൻ്റെ സമയത്താണ് കൂടുതൽ തിരക്കുണ്ടാവുക. അങ്ങനെ ഓരോരോ ആനകൾക്ക് നെറ്റിപ്പട്ടൊക്കെ ചാർത്തുകയായി. അത് കഴിഞ്ഞിട്ട് കൊട തിടമ്പ് ഒക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ. മുത്തുക്കൊട നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ. ആനച്ചമയം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അകത്തിൽ നിന്ന് വേണം ദേവിയുടെ തിടമ്പും വിഗ്രഹമൊക്കെ എടുത്തിട്ട് വേണം ഇവിടെ ആനയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് മാത്രം അമ്പലത്തിൻ്റെ അകത്ത് ആർക്കും ഉള്ളിൽ തൊഴാനൊന്നും പറ്റില്ല കേട്ടോ. ക്യൂ നിന്നവരൊക്കെ അപ്പം മാറി നിൽക്കണം എന്നാണ് പറയാറുള്ളത് സാധാരണയായിട്ട്.
അങ്ങനെ കൊട്ടിയർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ തൊഴാൻ പറ്റി. ഇതെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേരെ കാണാൻ പറ്റി. മുത്തശ്ശി ഇങ്ങനെ ഷെയ്ക്കൻ്റെ കൊടുത്തിട്ട് കുറേ പേരോട് സംസാരിച്ചു, ഫോട്ടോസൊക്കെ എടുത്തു, ഒരുപാട് സന്തോഷമായി. അതിനുശേഷം നമ്മളിങ്ങനെ തിരിച്ചു വരുന്ന സമയത്താണ് പൂരപ്പറമ്പിലേക്ക് നമ്മൾ ഇറങ്ങണ ആ സ്റ്റാർട്ടിങ് എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ഈ കുറേ നായ്ക്കുട്ടികൾ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കണം. കുഞ്ഞാവിനൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞാവ് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഉത്സവ പറമ്പിലൊക്കെ പോകാൻ നല്ലൊരു പ്രതീതിയല്ലേ, നല്ല രസമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും സങ്കടമോ സന്തോഷമോ എന്തുണ്ടെങ്കിലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം മറക്കും അല്ലേ. അതിനുശേഷം നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് മുടി കേട്ടോ. മുടി വിൽക്കണ ഒരു ചേട്ടനെ കണ്ടിട്ടായിരുന്നു. ഒരു അപ്പൂപ്പനാണ് കേട്ടോ, നല്ല പ്രായമുണ്ട് പാവം. കുറേ നേരം 150 രൂപയൊക്കെ ഉള്ളൂ. കുറേ നേരമായി മുടി ഇങ്ങനെ വേണോ എന്ന് വെച്ച് പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മുത്തശ്ശിയും അമ്മയും അമ്മായിയും എല്ലാവരും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ പൂരപ്പറമ്പ് എന്തൊക്കെയാണ് ഇത്തവണ വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കുമായിരുന്നു. 150 രൂപയുടെ കുറേ ബാഗുകളുണ്ട്, കുറേ കമ്മലുകളുണ്ട്. ഉത്സവത്തിനൊക്കെ അത് സാധാരണ അതല്ലേ, ബജ്ജി തിന്നാനുള്ള സാധനങ്ങളും കുറേ അങ്ങനത്തെ കുറേ കുട്ടി കുട്ടി സ്റ്റോളുകളൊക്കെ ഉണ്ടാവും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറേ നേരം നിൽക്കാൻ പറ്റിയില്ല. ശരിക്കും പൂരപ്പറമ്പൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോകുമ്പോൾ കുറച്ചും കൂടെ രസമാണ് കേട്ടോ. പിന്നെ പൊരി വാങ്ങാൻ സത്യത്തിൽ ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ വിളിക്കുകയായിരുന്നു, വരൂ ചേച്ചി. സാധാരണ അവരങ്ങനെയാണല്ലോ പറയുക, വരൂ ചേച്ചി പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച സമയത്ത് ഒത്തിരി പൊരി കൊടുത്തു കഴിഞ്ഞാൽ സമയത്ത് അമ്മ പറയാം ഇനി വാങ്ങാൻ എന്തായാലും അല്ലേ, മോശമല്ലേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു പാക്കറ്റ് പൊരി വാങ്ങിച്ചു. പിന്നെ ഈ ജിംകാസ് ഫുള്ള് വലിയ വലിയ ജിംക്കകളാണ് കേട്ടോ. എല്ലാത്തിനും 100 രൂപയുള്ളൂ കേട്ടോ. അങ്ങനെയാണ് അമ്മ വില ചോദിച്ചപ്പോൾ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ ജിലേബി, അങ്ങനെ കുറേ സ്വീറ്റ്സ് ഒക്കെ ഇല്ലേ, 6-ാം നമ്പറൊക്കെ ഇല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ 6-ാം നമ്പർ? ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ശാന്ത ചേച്ചി ഇങ്ങനെ കൊണ്ടുത്തരുമായിരുന്നു കേട്ടോ. പൂരത്തിൻ്റെ കുറച്ച് സ്വീറ്റ്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുത്തരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ 6-ാം നമ്പറൊക്കെ കഴിക്കാറുള്ളത്. എൻ്റെ മുത്തശ്ശി അമ്മായി ചോദിക്കുകയാണ് ബജ്ജി വേണോ, അത് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇത്രയും രാവിലെ പിന്നെ നമ്മൾ ഇഡലിയൊക്കെ കഴിച്ച് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് അത്ര വലിയ വിശപ്പൊന്നും ഉണ്ടായതുമില്ല. പിന്നെ അതിനുശേഷം കുറച്ച് അങ്ങോട്ട് അറ്റത്തേക്ക് അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ സൈഡൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മ കിച്ചൺ സെറ്റിൻ്റെ റേറ്റ് ചോദിക്കായിരുന്നു കേട്ടോ. 120 രൂപയ്ക്ക് സാമ്പാർ വയ്ക്കുക, ചോറ് വയ്ക്കുക, കഞ്ഞി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി അമ്മായി ആരോ പറഞ്ഞു കുട്ടികളെ പറ്റിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുകയാണ് പ്ലാസ്റ്റിക് ഒക്കെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരീരത്തിന് കേടല്ല അവർ കളിക്കുന്ന സമയത്തൊക്കെ, അതുകൊണ്ടാണ് അലുമിനിയം എത്ര വർഷം വരെ നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ, ഞാൻ വിചാരിച്ച അമ്മയ്ക്ക് കളിക്കാനാണെന്ന്, അമ്മ മാളൂനെച്ചാൽ വാങ്ങിക്കട്ടെ എന്ന് വെച്ചിട്ട് എടുത്തതായിരുന്നു. പിന്നെ അവരെയും കൊണ്ട് വരുമ്പോൾ ഒരു ദിവസം നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുറേ ഊട്ടിയിൽ നമ്മൾ റോസാപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ജമന്തി തന്നെ അമ്മ കുഴിച്ചിടാതെ ഗൈസ്, അടുത്ത ജമന്തി അമ്മയ്ക്ക് ചെടിയുടെ പ്രാന്താണ്, മുത്തശ്ശിക്ക് അതിലേറെ പ്രാന്താണ്. തെച്ചി, മാങ്ങ, ചെമ്പരത്തി. അതെ, മുന്തിരി ഒന്നും ഉണ്ടാവില്ല നമ്മളവിടെ. മുല്ല വേണ്ട, മുല്ലത്തറുണ്ട്. എന്താ മൈ? അതെ. അലക്കി തന്നോ? ഉണ്ട്. അതെ, അങ്ങനെ താറാവ് ഇങ്ങനെ വലിച്ചു വിടുന്ന താറാവിന്റെ ഒക്കെ. അതെ, കളിക്കാനൊന്നും കൊടുക്കില്ല. അതെ. അതെ, കുട്ടികൾക്കൊക്കെ നന്നായി തൊഴാൻ പറ്റി. അതെ, ജമന്തിയൊക്കെ. അതെ. അപ്പൊ എല്ലാവർക്കും ബൈ.